Perl പ്രോഗ്രാമിൽ including files or modules എന്ന വിഷയത്തിലുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് Perl പ്രോഗ്രാമിലെ do, use കൂടാതെ require മെത്തേഡ്. ഈ ട്യൂട്ടോറിയലിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് Ubuntu Linux 12.04 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും Perl 5142 കൂടാതെ gedit ടെക്സ്റ്റ് എഡിറ്ററുമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ടെക്സ്റ്റ് എഡിറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ട്യൂട്ടോറിയൽ മനസ്സിലാകാനായി നിങ്ങൾക്ക് Perl പ്രോഗ്രാമിംഗിൽ അടിസ്ഥാന വിവരം ഉണ്ടായിരിക്കേണ്ടതാണ്. അതില്ലെങ്കിൽ Perlനെ കുറിച്ചുള്ള ഉചിതമായ സ്പോക്കൺ ട്യൂട്ടോറിയൽ കാണുവാൻ സ്പോക്കൺ ട്യൂട്ടോറിയൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. do മെത്തേഡ് നിലവിലുള്ള സ്ക്രിപ്റ്റ് ഫയലുകൾ മറ്റു ഫയലുകളിൽ നിന്നും സോഴ്സ് കോഡ് ഉൾക്കൊള്ളിക്കാനുള്ള എളുപ്പവഴിയാണ് ഇത്. do മെത്തേഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. datetime.pl എന്ന പേരിൽ ടെക്സ്റ്റ് എഡിറ്ററിൽ ഒരു പുതിയ ഫയൽ തുറക്കുക. datetime.pl എന്ന ഫയലിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കോഡ് അതേപോലെ ടൈപ്പ് ചെയ്യുക. ഇനി മുതൽ ടെർമിനലിലെ ഓരോ നിർദ്ദേശത്തിനു ശേഷവും എന്റർ അമർത്താൻ ഓർക്കുക. നമുക്കിനി കോഡ് മനസ്സിലാക്കാം. $datestring എന്ന വേരിയബിളിൽ നിലവിലുള്ള തീയതിയും സമയവും സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ താങ്ക് യു സന്ദേശം തിരിച്ചു തരുന്ന മെസ്സേജ് താങ്ക്സ് എന്ന പേരിലുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇനി ഫയൽ സേവ് ചെയ്യാൻ Ctrl+S അമർത്തുക. അടുത്തതായി നമുക്ക് datetime.pl എന്ന ഫയൽ ഉപയോഗിക്കുന്ന മറ്റൊരു Perl പ്രോഗ്രാം നോക്കാം. main.pl എന്ന പേരിൽ ഒരു പുതിയ ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കുക. main.pl എന്ന ഫയലിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കോഡ് അതേപോലെ ടൈപ്പ് ചെയ്യുക. ആ കോഡ് ഞാൻ ഇപ്പോൾ വിശദീകരിക്കാം. ഇവിടെ ആദ്യ വരി സ്വാഗത സന്ദേശത്തെ പ്രിന്റ് ചെയ്യുന്നു. നമുക്ക് എവിടെ നിന്നോ കോഡ് ഉപയോഗിക്കേണ്ടത് അവിടെ നിന്നും do മെത്തേഡിനെ ഫയൽ പേര് ഉപയോഗിച്ച് വിളിക്കുന്നു. datetime.pl ഫയലിലെ $datestring വേരിയബിളിൽ നിലവിലുള്ള തീയതിയും സമയവും സൂക്ഷിച്ചിരിക്കുന്നു. അവസാനം നമ്മൾ അതേ ഫയലിൽ നിന്നും msg thanks ഫംഗ്ഷനെ വിളിക്കുന്നു. ഇനി ഫയൽ സേവ് ചെയ്യാൻ Ctrl+S അമർത്തുക. നമുക്കിനി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് തിരിച്ചുപോയി perl main.pl എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എന്റർ അമർത്തുക. ടെർമിനലിൽ ഔട്ട്പുട്ട് നിരീക്ഷിക്കുക. അടുത്തതായി നമുക്ക് Perl പ്രോഗ്രാമിൽ require മെത്തേഡും കൂടാതെ use മെത്തേഡും ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒന്നിൽ കൂടുതൽ Perl പ്രോഗ്രാമുകളിൽ ഉപയോഗിക്കാവുന്ന സബ്റൂട്ടീൻസിന്റെ ശേഖരം നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോഴാണ് ഈ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. മൊഡ്യൂൾസുകൾക്ക് വേണ്ടിയാണ് use മെത്തേഡ് ഉപയോഗിക്കുന്നത്. അത് കമ്പൈലേഷൻ സമയത്ത് പരിശോധിക്കപ്പെടുന്നു. ഈ ഫയലിന് എക്സ്റ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. മൊഡ്യൂൾസ് കൂടാതെ Perl പ്രോഗ്രാമുകൾക്ക് വേണ്ടിയാണ് require മെത്തേഡ് ഉപയോഗിക്കുന്നത്. അത് റൺ സമയത്ത് പരിശോധിക്കപ്പെടുന്നു. ഫയൽ എക്സ്റ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. യൂസ് രീതിയുടെ സിന്റാക്സ് ഇതാണ്. use module name semicolon. .pm എക്സ്റ്റൻഷനോടുകൂടി അവസാനിക്കുന്ന ഫയലുകളാണ് Perl modules. modules വഴിയാണ് കോഡുകൾ വീണ്ടും ഉപയോഗിക്കപ്പെടുന്നത്. മറ്റു കമ്പ്യൂട്ടർ ഭാഷകളിലെ ലൈബ്രറീസിനെ പോലെയാണിവ. ഇനി use മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് Perl കോഡിൽ മൊഡ്യൂളുകളെ ഉൾക്കൊള്ളിക്കുന്നതെങ്ങനെയെന്ന് ഒരു ലളിതമായ പ്രോഗ്രാം ഉപയോഗിച്ച് കാണിച്ചു തരാം. sum.pm എന്ന പേരിൽ ഒരു പുതിയ ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കുക. sum.pm എന്ന ഫയലിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കോഡ് അതേപോലെ ടൈപ്പ് ചെയ്യുക. ഇവിടെ തന്നിട്ടുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നതിനായുള്ള ഒരു ലളിതമായ പ്രോഗ്രാം എന്റെ കയ്യിലുണ്ട്. ഇനി ഫയൽ സേവ് ചെയ്യാനായി Ctrl+S അമർത്തുക. sum.pm ഉപയോഗിക്കുന്ന മറ്റൊരു Perl സ്ക്രിപ്റ്റ് നമുക്ക് എഴുതാം. മുൻപേ സേവ് ചെയ്തു വെച്ചിട്ടുള്ള app.pl എന്ന ഒരു മാതൃക പ്രോഗ്രാം ഞാൻ ഇനി തുറക്കാം. app.pl എന്ന ഫയലിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കോഡ് അതേപോലെ ടൈപ്പ് ചെയ്യുക. ആ കോഡ് ഞാൻ ഇപ്പോൾ വിശദീകരിക്കാം. use രീതിയെ മൊഡ്യൂൾ പേരോടുകൂടി ആദ്യ വരിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവിടെ മൊഡ്യൂളിന്റെ പേര് sum എന്നാകുന്നു. sum.pm എന്ന ഫയലിലെ ടോട്ടൽ എന്ന ഫംഗ്ഷനിലേക്ക് ഇൻപുട്ട് പാരാമീറ്റർസ് ആയി 1, 7, 5, 4, 9 എന്നീ സംഖ്യകളെ നമ്മൾ അയക്കുന്നു. വീണ്ടും അടുത്ത വരിയിൽ ഇതേ ഫംഗ്ഷനിലേക്ക് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളെ ഇൻപുട്ട് പാരാമീറ്റർസ് ആയി നമ്മൾ അയക്കുന്നു. ഇനി ഫയൽ സേവ് ചെയ്യാനായി Ctrl+S അമർത്തുക. നമുക്കിനി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം.
ടെർമിനലിലേക്ക് തിരിച്ചുപോയി perl app.pl എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എന്റർ അമർത്തുക. ടെർമിനലിൽ ഔട്ട്പുട്ട് നിരീക്ഷിക്കുക. യൂസ് മെത്തേഡിലെ കുറച്ചുകൂടി ഓപ്ഷൻസ് നോക്കാം. ടെക്സ്റ്റ് എഡിറ്ററിൽ sum.pm ലേക്ക് തിരിച്ചുപോകാം. സോഴ്സ് കോഡിന്റെ തുടക്കത്തിൽ യൂസ് സ്ട്രിക്ട് അർദ്ധവിരാമം, യൂസ് വാർണിംഗ്സ് അർദ്ധവിരാമം എന്നീ വരികൾ കൂട്ടിച്ചേർക്കുക. നിഷ്ഠമായ രീതിയിൽ പെരുമാറാൻ പേളിനെ നിർദ്ദേശിക്കുന്ന കമ്പൈലർ ഫ്ലാഗ്സ് ആകുന്നു യൂസ് സ്ട്രിക്റ്റും യൂസ് വാർണിംഗ്സും. സാധാരണമായി ഉണ്ടാക്കാറുള്ള പ്രോഗ്രാമിംഗ് പിഴവുകൾ ഒഴിവാക്കാൻ ഇവ ഉപയോഗിക്കുന്നു. പ്രോഗ്രാമിലെ എല്ലാ വേരിയബിളുകളെയും പ്രഖ്യാപിക്കുന്നതിനായി ഉപയോക്താവിനെ യൂസ് സ്ട്രിക്ട് നിർബന്ധിക്കുന്നു. എറർസ് എന്തെങ്കിലും സംഭവിച്ചാൽ യൂസ് സ്ട്രിക്ട് എക്സിക്യൂഷനെ നിർത്തുന്നു. യൂസ് വാർണിംഗ് താക്കീത് മാത്രം തരുന്നു, പക്ഷേ എക്സിക്യൂഷൻ തുടരുന്നു. നമ്മൾ $sum എന്ന വേരിയബിളിനെ my ആയി പ്രഖ്യാപിക്കാൻ മറന്നു എന്ന് വിചാരിക്കുക. ഇനി നമുക്ക് ഈ പ്രോഗ്രാം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുമെന്ന് നോക്കാം. ഫയൽ സേവ് ചെയ്യാനായി Ctrl+S അമർത്തുക. ടെർമിനലിലേക്ക് തിരിച്ചുപോയി perl app.pl എന്ന് ടൈപ്പ് ചെയ്യുക. ഫലത്തെ തരാതെ തന്നെ പ്രോഗ്രാം എക്സിക്യൂഷൻ നിൽക്കുന്നതായി കാണാൻ സാധിക്കും. യൂസ് സ്ട്രിക്ട് സൃഷ്ടിച്ച എറർ മെസ്സേജസ് ആകും ടെർമിനലിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ആദ്യ വരികളിൽ. അവസാന 2 വരികളിൽ അബോർട്ട് സന്ദേശങ്ങളും. അതായത് ഇങ്ങനെയാണ് യൂസ് മെത്തേഡ് ഓപ്ഷൻ പ്രവർത്തിക്കുന്നത്. അടുത്തതായി റിക്വയർ രീതി ഉപയോഗിച്ചിട്ടുള്ള ഒരു പേൾ പ്രോഗ്രാം നോക്കാം. മുൻപേ സേവ് ചെയ്തു വെച്ചിട്ടുള്ള commonfunctions.pl എന്ന മാതൃക പ്രോഗ്രാം ഞാൻ ഇനി തുറക്കാം. commonfunctions.pl എന്ന ഫയലിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കോഡ് അതേപോലെ ടൈപ്പ് ചെയ്യുക. ആ കോഡ് നമുക്കിനി മനസ്സിലാക്കാം. ഇവിടെ സാധാരണയായി ഉപയോഗിക്കുന്ന ഫങ്ഷൻസിന്റെ ഒരു ശേഖരം നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ സ്ക്വയർ എന്ന ഫങ്ഷൻ ഒരു സംഖ്യയുടെ വർഗ്ഗത്തെ തിരിച്ചു തരുന്നു. രണ്ടാമത്തെ square underscore root എന്ന ഫങ്ഷൻ ഒരു സംഖ്യയുടെ വർഗ്ഗമൂലത്തെ തിരിച്ചു തരുന്നു. അടുത്ത random underscore number എന്ന ഫങ്ഷൻ ഒരു ക്രമരഹിത സംഖ്യയെ സൃഷ്ടിക്കുന്നു. അവസാനത്തെ random underscore range എന്ന ഫങ്ഷൻ ഒരു താഴ്ന്ന പരിധിക്കും ഉയർന്ന പരിധിക്കും ഇടയിലുള്ള ഒരു ക്രമരഹിത സംഖ്യയെ സൃഷ്ടിക്കുന്നു. ശ്രദ്ധിക്കുക, ഫയലിന്റെ അവസാനത്തിൽ നമുക്ക് 1 സെമിക്കോളൻ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു ട്രൂ മൂല്യത്തെ തിരിച്ചു തരാൻ ഫയലിലെ അവസാനത്തെ പ്രസ്താവന പേളിന് അത്യന്താപേക്ഷിതമാണ്. ഇനി ഫയൽ സേവ് ചെയ്യാൻ Ctrl+S അമർത്തുക. അടുത്തതായി റിക്വയർ രീതി ഉപയോഗിച്ച് സബ്റൂട്ടീൻസിനെ കോൾ ചെയ്യുന്ന ഒരു പേൾ പ്രോഗ്രാമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. സേവ് ചെയ്തു വെച്ചിട്ടുള്ള callprogram.pl എന്ന മാതൃക പ്രോഗ്രാം ഞാൻ ഇനി തുറക്കാം. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കോഡ് അതേപോലെ ഫയലിൽ ടൈപ്പ് ചെയ്യുക. ആ കോഡ് ഞാനിപ്പോൾ വിശദീകരിക്കാം. commonfunctions.pl എന്ന പേൾ കോഡ് അടങ്ങിയ ഫയലിനെ റിക്വയർ വായിക്കുകയും കമ്പൈൽ ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രോഗ്രാം ഉപയോക്താവിന് 4 ഓപ്ഷനുകൾ നൽകുന്നു. ഒരു സമയത്ത് ഒരു ഓപ്ഷൻ മാത്രമേ ഉപയോക്താവിന് തിരഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ. 1. തന്നിട്ടുള്ള സംഖ്യയുടെ വർഗ്ഗം കണ്ടുപിടിക്കുക. 2. തന്നിട്ടുള്ള സംഖ്യയുടെ വർഗ്ഗമൂലം കണ്ടുപിടിക്കുക. 3. തന്നിട്ടുള്ള പരിധിക്കകത്തെ ഒരു ക്രമരഹിത സംഖ്യ. 4. പ്രോഗ്രാമിൽ നിന്ന് പുറത്തുവരിക. ഓപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഉപയോക്താവിനോട് ഒരു സംഖ്യ എന്റർ ചെയ്യാൻ പറയുന്നു. $നമ്പറിൽ മൂല്യത്തെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന commonfunctions.pl എന്ന ഫയലിലെ സ്ക്വയർ എന്ന ഫങ്ഷനിലേക്ക് ഈ മൂല്യത്തെ അയക്കുന്നു. ഈ ഫങ്ഷൻ സംഖ്യയുടെ വർഗ്ഗത്തെ തിരിച്ചു തരുന്നു. പ്രിന്റ് പ്രസ്താവന ഔട്ട്പുട്ടായി സംഖ്യയുടെ വർഗ്ഗത്തെ പ്രിന്റ് ചെയ്യുന്നു. ഓപ്ഷൻ 2 ടൈപ്പ് ചെയ്യുമ്പോൾ സംഖ്യയുടെ വർഗ്ഗമൂലത്തെ ഔട്ട്പുട്ടായി പ്രദർശിപ്പിക്കുന്നു. സ്ക്വയർ ഫങ്ഷനിൽ മുൻപ് വിശദീകരിച്ച പോലെ എക്സിക്യൂഷൻ നടപ്പാക്കപ്പെടുന്നു. ഓപ്ഷൻ 3 ടൈപ്പ് ചെയ്യുമ്പോൾ തന്നിട്ടുള്ള പരിധിക്കകത്തെ ഒരു ക്രമരഹിത സംഖ്യയെ ഔട്ട്പുട്ടായി പ്രദർശിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഓപ്ഷൻ 4 ആണെങ്കിൽ പ്രോഗ്രാമിൽ നിന്ന് പുറത്തുവരുന്നു. പറഞ്ഞിരിക്കുന്നവ ഒഴികെ മറ്റേതെങ്കിലും ഓപ്ഷൻ ആണ് നൽകിയതെങ്കിൽ ഇൻകറക്റ്റ് ഓപ്ഷൻ എന്ന പ്രിന്റ് പ്രസ്താവന പറയും. ഈ പ്രോഗ്രാമിൽ commonfunctions.pl ലെ 4 ഫങ്ഷൻസിലെ 3 ഫങ്ഷൻസിനെ നമ്മൾ വിളിച്ചിരിക്കുന്നു. ഇനി ഫയൽ സേവ് ചെയ്യാൻ Ctrl+S അമർത്തുക. നമുക്കിനി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് തിരിച്ചുപോയി perl callprogram.pl എന്ന് ടൈപ്പ് ചെയ്യുക. ഔട്ട്പുട്ട് നിരീക്ഷിക്കുക. മറ്റൊരു ഓപ്ഷൻ ഉപയോഗിച്ച് ഞാൻ ഇനി ഈ പ്രോഗ്രാം ഒരിക്കൽ കൂടി എക്സിക്യൂട്ട് ചെയ്യാം. perl callprogram.pl എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി 3 എന്ന ഓപ്ഷൻ നൽകുക. Enter a lower range 50 എന്ന് കൊടുക്കുക.
Enter a upper range 99 എന്ന് കൊടുക്കുക. കൊടുത്തിട്ടുള്ള സംഖ്യ പരിധിക്കകത്തു നിന്ന് ഒരു ക്രമരഹിത സംഖ്യയെ സൃഷ്ടിച്ചതായി നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടേതായ മറ്റു ഓപ്ഷനുകൾ പരീക്ഷിക്കുക. ഇതോടുകൂടി ഈ ട്യൂട്ടോറിയൽ അവസാനിക്കുന്നു. നമുക്ക് ഉപസംഹരിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ച കാര്യങ്ങൾ പേൾ പ്രോഗ്രാമിംഗിലെ ഡു, യൂസ് കൂടാതെ റിക്വയർ മെത്തേഡ്സ്. ശ്രദ്ധിക്കുക, കമ്പൈൽ ടൈമിൽ മൊഡ്യൂളിന്റെ ലഭ്യത നിർണ്ണയിക്കുന്നു എന്നതിനാൽ യൂസ് മൊഡ്യൂളിനെ റിക്വയർ മൊഡ്യൂളിനേക്കാളേറെ ശുപാർശ ചെയ്യപ്പെടുന്നു. ഇനി നിങ്ങൾക്കുള്ള അസൈൻമെന്റ് ഇതാണ്. പങ്കെടുക്കുന്നവർക്ക് ഒരു കത്ത് എഴുതാനായി റിമൈൻഡർ.pl എന്നൊരു പേൾ പ്രോഗ്രാം എഴുതുക. ടു കൂടാതെ ഫ്രം പേരുകൾ എഴുതാനായി ഉപയോക്താവിനെ അറിയിക്കുക. യൂസ് രീതി ഉപയോഗിച്ച് letter.pm ൽ നിന്നും സബ്റൂട്ടീനുകളെ കാൾ ചെയ്യുക. letter.pm ഫയലിൽ താഴെ പറയുന്ന ഫംഗ്ഷനുകൾ എഴുതുക. ലെറ്റർ ഡേറ്റ് നിലവിലുള്ള തീയതിയും സമയവും തിരിച്ചു തരുന്ന ഫംഗ്ഷൻ. ടു പങ്കെടുക്കുന്നവരുടെ പേരുകൾ തിരിച്ചു തരുന്ന ഫംഗ്ഷൻ. ഫ്രം അയക്കുന്ന ആളുടെ പേര് തിരിച്ചു തരുന്ന ഫംഗ്ഷൻ. ലെറ്റർ മെസ്സേജ് കത്തിന്റെ ഉള്ളടക്കം തിരിച്ചു തരുന്ന ഫംഗ്ഷൻ. താങ്ക്സ് മെസ്സേജ് താങ്ക്സും റിഗാർഡ്സും തിരിച്ചു തരുന്ന ഫംഗ്ഷൻ. ഔട്ട്പുട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ പ്രദർശിപ്പിക്കേണ്ടിയിരിക്കുന്നു. താഴെ കാണുന്ന ലിങ്കിലുള്ള വീഡിയോ ഈ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിനെ വിശദീകരിക്കുന്നു. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ഈ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൺ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് ശില്പശാലകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ NMEICT MHRDയുടെ പിന്തുണയോടെയാണ് നടത്തുന്നത്. ഈ സംരംഭത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ ലഭ്യമാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രജുന വത്സലൻ വിടവാങ്ങുന്നു.